ഖുർആനിൽ പറയുകയാണ് പ്രശ്നങ്ങളെ പ്രയാസങ്ങള് വലനബുലുവന്നകും ബിശൈഇൻ മിനൽ ഖൗഫി വൽ ജൂഇ വനഖ്സിൻ മിനൽ അംവാലി വൽ അൻഫുസി വസ്സമറാത്ത് വബശ്ശിരിസ് സ്വാബിരീൻ. ശുദ്ധ ഖുർആനാണ് അത്. വലനബുലുവന്നകും ബിശൈഇൻ നിങ്ങളെ ഈമാനിനെ ഇടക്കിടക്ക് ഞാൻ അങ്ങനെ ചൂടാക്കിയിട്ട് പൊടിയെടുക്കും, അതിന്റെ കറകളെയും അതിന്റെ ധൂളെടുക്കും, അതിൻ്റെതായ എല്ലാ കച്ചറുകളും ഞാൻ കഴുകിയെടുക്കും. അതെങ്ങനെ നിങ്ങളെ ഈമാനിനെ ചൂടാക്കിയിട്ട് പൊന്ന് ചൂടാക്കിയിട്ട് അതിന്റെ കറകൾ കണ്ടില്ലേ? ഞമ്മ ഇന്ന് പൊന്നു മേങ്ങുന്നല്ലേ വെച്ചോ, ഇന്ന് പൊന്നു മേങ്ങിയിട്ട് നാളെ സുബഹിക്കാൻ എന്തോ ഇഷ്ടപ്പെട്ടില്ല എന്തായെന്നറിയില്ല, അല്ല ഒരു മണി മുറ്റി പൊട്ടീനാ നോക്കിട്ടാകുമ്പോ എന്താ അറിയാല, നാളെ തന്നെ കൊണ്ടായിട്ട് ഇനി റിട്ടേൺ ആക്കുന്ന കൂട്ടിക്കോ എന്നെങ്കിലും അയാൾ അതിനെ കഴിഞ്ഞിട്ട് നോക്കും. അതാണ് ഇവിടെ പൊന്നിന് ഇവിടെ കറണ്ട് ബേജാറാക്കിണ്ട. ഞമ്മക്ക് തരുമ്പോ നല്ല പൈസയും കാര്യം ഞമ്മക്ക് കൊടുക്കുമ്പോ ഒന്നുമില്ലേ. അപ്പൊ എന്നെ കഥോണല്ലോ, ടീക്കിടാണോ, അല്ലെങ്കിൽ വെണ്ണൂറുണ്ടാല, ക്യാൻഡിലുണ്ടാലോ, എന്തിനിട്ട് അങ്ങനെ അതിന് ഇടാണ്ടേ തന്നെ പിന്നെ കഥോണം തന്നെ ഇല്ലല്ലേ. പയ്യ നോക്കുമ്പോ 38,000 പൊന്നിക്ക് 32,000 4,000 കതിച്ചു പോയി. പിറ്റേന്ന് കൊടുത്തിട്ട് ഞാൻ എന്താ കൊടുത്ത അടുപ്പിൽ കിട്ടെ കൈക്കല്ലേ വെച്ചല്ലേ, അതിന്റെ കരി എടുക്കുന്നതല്ല, അതിന്റെ ഉള്ളിൽ മണ്ണുണ്ട്. ഇല്ലെന്നൊന്നും ഞാൻ പറയില്ല, കാരണം സ്വർണ്ണാകുമ്പോ അതിൻ്റെതായ രീതിയിൽ ക്ലിയർ ആക്കണം. അത് പൊന്നല്ലേ, അതിനെ പിന്നെയും പിന്നെയും കഴുകിയിട്ട് തീ കിട്ടിട്ട് അതിന് ഉരുക്കുന്നതിനറിഞ്ഞ അതിന് തിളക്കം കൂട്ടാൻ, അതിന്റെ ചന്തം കൂട്ടാൻ, അതിന്റെ ക്വാണ്ടിറ്റി കൂട്ടാൻ, അതിന്റെ ക്വാളിറ്റി കൂടാൻ, അതിനാണ് പിന്നെയും പിന്നെയും അതിനെ തീയിലിട്ടിട്ട് അങ്ങനെ ഉരുക്കുന്നത്. എന്നാ കേട്ടോ മുസ്ലിം, എന്റെ വാഴ കേൾക്കുന്ന ഉമ്മ, പിരിശപ്പെട്ടവങ്ങള്, നിങ്ങൾക്കും അല്ലാഹു തആല പ്രശ്നങ്ങള്, പ്രയാസങ്ങള്, രോഗങ്ങള്, കഷ്ടപ്പാടുകള്, നഷ്ടങ്ങള്, മാനസികമായ പിരിമുറുക്കങ്ങള് എല്ലാം തരുന്നുണ്ടോ എന്നാ കരുതിക്കോ. അല്ലാഹു നിങ്ങളെ ഈമാനിനെ ചൂടാക്കുകയാണ്, നിങ്ങളെ ഈമാനിനുള്ള പരീക്ഷിക്കുകയാണ്. അല്ലാഹു തആലക്ക് ഇഷ്ടപ്പെട്ടവരായതുകൊണ്ട് നിങ്ങൾ അല്ലാഹു തആല ബുദ്ധിമുട്ടാക്കുന്നതല്ല. വലനബുലുവന്നകും മിനൽ ഖൗഫി വലനബുലുവന്നകും ബിശൈഇൻ മിനൽ ഖൗഫ്, പേടി തന്നിട്ട് പടച്ചോനായ എന്താവും അല്ലാഹ്, നിങ്ങളുടെ പോയി എന്താവും അല്ലാഹ്, നഷ്ടത്തെ ഇലക്ഷനിൽ ഓറന്നെ വന്നെങ്കിൽ എന്താവും അല്ലാഹ് എന്നുള്ള പേടി, അത് വേണ്ട, അത് വേണ്ട, ഒരു പേടിയും വേണ്ട. പടച്ചറബേ 4 പെണ്ണ് കിടക്ക എന്താക്കുവല്ല, വാടക റൂമിലില്ല റബ്ബേ, പൊരയില്ല, ഇപ്പന്നെ ഒരുപാട് കട, അതിന്റെ ഇടയ്ക്ക് പഞ്ചായത്തെടുത്ത 4 ലോണും ബാക്കി, അതിന്റെ ഇടയിൽ അതാ കിടാവും വലുതായി, എന്താക്കും എന്നുള്ള പേടി. ആ പേടികളല്ല നിങ്ങളെ തന്നിട്ടല്ല പരീക്ഷിക്കുന്നത്. ായതുകൊണ്ട് നിങ്ങളെ ഈമാനിന് അല്ലാഹു തആല തിളക്കം കൂട്ടുകയാണ്, നിങ്ങളെ പരലോക വിജയത്തിന്റെ വഴിയല്ല എളുപ്പമാക്കുകയാണ്. മിനൽ ഖൗഫി വൽ ജൂഇ വനഖ്സിൻ മിനൽ അംവാലി വൽ അൻഫുസി വസ്സമറാത്ത്. നിങ്ങളെ കൃഷിയിടങ്ങളിൽ നഷ്ടം വരോ, കായികനികളിൽ നഷ്ടം വരോ, വൽ അൻഫുസി നിങ്ങളെ മക്കളെ വേണ്ടപ്പെട്ടവർ നിങ്ങൾ ആഗ്രഹിക്കുന്ന നേരത്തെ വിട പറഞ്ഞു പോകോ, പല കുഞ്ഞുമക്കളും ചെറുപ്പത്തിലെ മരിച്ചു പോകോ. ഇങ്ങനെയുള്ള പരീക്ഷണങ്ങള്, കഷ്ടപ്പാടുകളൊക്കെയും തരും. മാത്രമല്ല ഒരുപാട് രോഗങ്ങള്, ഒന്ന് ടെസ്റ്റ് ആക്കാൻ വേണ്ടി പോയിട്ടാകുമ്പോ 4 രോഗങ്ങള് വേറെ, ഒന്ന് മാറാൻ വേണ്ടി ഒരു ഗുളിക കുടിച്ചിട്ടാകുമ്പോ വേറെ 4 സോക്കേടുകള്. ഇങ്ങനെയുള്ള പ്രശ്നങ്ങളെ എണ്ണിയാ തീരല, പറഞ്ഞാൽ അവസാനിക്കല. ഈ ലോകത്ത് ഏതല്ലോ നിലക്കുള്ള കഷ്ടപ്പാടുകള്, ഞെരുക്കങ്ങള്, പ്രശ്നങ്ങള്, പ്രയാസങ്ങള് എല്ലാം അല്ലാഹു തആല തരും കേട്ടോ. ഇങ്ങനെയെല്ലാം തരുമ്പോ വബശ്ശിരിസ് സ്വാബിരീൻ, അല്ലാഹു തആല പൊന്നാര നബിയെ വിളിച്ചിട്ട് പറയുകയാണ്, നബിയേ വബശ്ശിരിസ് സ്വാബിരീൻ, ർക്ക് സന്തോഷ വാർത്ത അറിയിക്കുന്നവ. കഷ്ടപ്പാടുകൾ വരുമ്പോ, കച്ചവടത്തിന് നഷ്ടം വന്നിട്ട് കച്ചവടം പൊട്ടുമ്പോ, പെണ്ണുകിടാക്ക വലുതായി എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ കണ്ണു പുറത്തേക്കിടുമ്പോ ബേജാറാവാതെ എല്ലാം അല്ലാഹുവിലേക്ക്
കർപ്പിച്ച് തവക്കുലാക്കി അവന്റെ മേലെ വലിയ ഭറവസ വെച്ചിട്ട് പടച്ചവന്റെ മേലെ വലിയ ഭറവസ വെച്ചിട്ട് പ്രതീക്ഷ വെച്ചിട്ട് എല്ലാം അവനിലേക്ക് അർപ്പിച്ചിട്ട് തവക്കുലാക്കിയിട്ട് നിങ്ങളത് ക്ഷമിച്ചു കഴിയുന്നുവെങ്കിൽ അവർക്ക് നബിയെ സന്തോഷ വാർത്ത അറിയിച്ചു കൊടുക്കുന്നവേ അവർക്ക് സ്വർഗമുറപ്പാണ്. നാളെ അവർ കിടക്കുന്ന മണ്ണറയായ ഖബർ അവർക്ക് മണിയറയാണ്. ഇവിടെ ക്ഷമിച്ചത് കൊണ്ട് നാളെ അവിടെ അവർക്ക് വേദനകളില്ല, നാളെ അവിടെ അവർക്ക് പ്രയാസങ്ങളില്ല. ഇവിടെ നല്ലോണം കട്ടപ്പാട് അനുഭവിച്ചവരായതുകൊണ്ട് കാലങ്ങളേറെ രോഗിയായി കിടത്തിലായതുകൊണ്ട് അവരുടെ എല്ലാ പാപക്കറകളും അല്ലാഹു മായ്ച്ചു കളഞ്ഞു. സത്യം പറഞ്ഞാൽ ഒരു മുഅ്മിനായ മനുഷ്യന്റെ ജീവിതത്തിൽ എന്തെങ്കിലും ഒരു ബേജാറ് വിഷമമില്ലാതെ കടന്നു പോവേല. തങ്ങളായെന്നോ ഔലിയായെന്നോ നിങ്ങൾ ഔട്ട് ഓഫ് റേഞ്ചിലൊന്നും അല്ലല്ലേ? അൽഹംദുലില്ലാ മാഷാഅല്ലാഹ്. തങ്ങളായെന്നോ ഔലിയായെന്നോ ആലിമായെന്നോ ഉസ്താദായെന്നോ ആജിയല്ല ഡബിളാജിയായെന്നോ ദുബിളാജിയായെന്നോ അതിന്റെ അപ്പുറത്താജിയായെന്നോ പള്ളിക്ക് ഒരു മിനാരല്ല രണ്ട് മിനാരം കെട്ടിയ ആളായെന്നോ ഏത് മനുഷ്യനായെന്നോ മുഅ്മിനായ മനുഷ്യനാണോ അയാൾക്ക് ലോകത്ത് ജീവിക്കുമ്പോ മൂന്നിലൊന്ന് ഏതായാലും ഒരു കഷ്ടം. ഞാൻ ഇത്രയെല്ലാം സുജൂദ് ഇട്ടിട്ട് നിങ്ങളാക്കിയല്ലേ? നീ ആര്യെന്ന് വേണ്ടേ? നിങ്ങളാക്കാൻ കഴിയല്ല. നീ യഥാർത്ഥ സുജൂദ് ഇട്ടവനാണെങ്കിൽ നിന്നെ അങ്ങനെ ആക്കുവല്ലോ. നിനക്ക് എന്നെ തരണ്ടേ? നീ മുഅ്മിനുള്ള മുഅ്മിനാണെങ്കിൽ ഈമാനുള്ളവനാണെങ്കിൽ ഈമാനുള്ളവളാണെങ്കിൽ നിനക്കല്ല കുറച്ച് ഏറെ ബേജാറ് തരും. അല്ലാ ഞാൻ ഇത്രയെല്ലാം ദ്വാരന്നിട്ട് എനിക്ക് കിട്ടിയ മരുമോ കണ്ട നീ ഇത്രയെല്ലാം ദ്വാരന്നിട്ട് മരുമോ വന്നത് കുറച്ച് ചോറിൻ്റെതായ മരുമോളോ അങ്ങനെ പടച്ചോനെ ഞാൻ എത്രയെല്ലാം നേർച്ചാക്കിന ഈ ജലാലി റാത്തിനെല്ലാം SLC പഠിക്കുമ്പോൾ എന്നെ തുടങ്ങിനെ നേർച്ചാക്കാനും സലാത്തിന് നല്ലൊരു അമ്മായി കിട്ടണം, നല്ലൊരു അവസാനം കിട്ടിയതായിരിക്കും. നിനക്ക് അങ്ങനെ കിട്ടിയ എങ്കിൽ നീ ഒരു കാര്യം ചെയ്യും, നീ അല്ലാഹു തആലക്കെല്ലാം വിട്ടത് കൊണ്ട് ഏടിയോ ഒരു മിസ്റ്റേക്ക് നിന്റെ ജീവിതത്തിൽ ഉണ്ടായിനെ എല്ലാം നീ അല്ലാഹുവിലേക്ക് കേൾപ്പിച്ചത് കൊണ്ട് ആ മിസ്റ്റേക്ക് അല്ലാഹു ക്ലിയർ ആക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനത്തെ ഒരു അമ്മേനെ തന്ന. അല്ലെങ്കിൽ ഒരു മരുമോളെ കാക്ക ചിരിക്കണ്ട, ഞാൻ ചെല്ലാത്തം പറഞ്ഞ കാക്കാന്റെ വിഷയം. കാക്കമാർ പൊതുവെ ഇങ്ങനത്തെ ഒന്നും കച്ചറക്കില്ല. എന്തേ അയാൾക്ക് മോളെ കെട്ടിച്ച കാലം തീർന്നില്ല, പിന്നല്ലേ മരുമോളെ വേണം. അല്ല അയാളേതായാലൊക്കെ പിന്നെ അതിന്റെ ഇടയിൽ കൈ വെച്ചിട്ടാന്ന് മാത്രം അതിൻ്റെ ഉള്ളിൽ എന്തെല്ലാം ഉണ്ടല്ലോ തള്ളി കല്ല് വല്ല. ഇത് നിങ്ങൾ ചിരിക്കാൻ വേണ്ടി പറയുന്നതല്ല, അമ്മായിമാരെ കുറ്റപ്പെടുത്തിയതല്ല. തങ്കപ്പെട്ട അമ്മായിമാർ സ്വന്തം കടി കയറി വന്ന ഏതോ ഒരു ഉമ്മാന്റെ മോള് എന്റെ മോന്റെ ഭാര്യയായി വന്നവള് മോളെക്കാളേറെ മോനെക്കാളേറെ അമ്മായിമാരുണ്ട്. അതേ സമയത്ത് കെട്ടിക്കൊണ്ടുവന്ന പെണ്ണില്ല ഭർത്താവിന്റെ ഉമ്മ അമ്മ എന്ന് പറയുന്ന ആള് ഏതോ ഒരു ഉമ്മയല്ല, സ്വന്തം ഉമ്മയാണ് പെണ്ണ്. നിന്റെ സ്വന്തം ഉമ്മ ജന്മം നൽകിയത് കൊണ്ടാണ് കരളിന്റെ കരളായ ആ മാപ്പിളയെ അല്ലാഹു നിനക്ക് തന്നത്. ആ ഉമ്മ ജന്മം നൽകിയത് കൊണ്ടാ, ആ ഉമ്മ വെച്ചത് കൊണ്ടാ. ആ ഉമ്മങ്ങാനും പ്രസവിച്ചില്ലായിരുന്നുവെങ്കിൽ നീ മാണിക്യമായി മരതകമായി കരളായി ലിവറായി എല്ലാമായി കൊണ്ടാടുന്ന നിന്റെ മാപ്പിള ആ ഉമ്മ പെറ്റില്ലാഞ്ഞിനെങ്കിൽ കിട്ടലായിന് മോളെ. അപ്പൊ ആ ഉമ്മ നിന്റെ സ്വന്തം ഉമ്മന്നെയാണ്. ഒരു വാക്ക് കൊണ്ടുപോലും വേദനിപ്പിക്കരുത്, നൊമ്പരപ്പെടുത്തരുത്, മനസ്സ് ബേജാറാക്കരുത്. എന്റെ വിഷയം അമ്മായി മരുമോളല്ല, ഞാനിത് പറഞ്ഞെന്ന് അറിയാ. ഇത്രയെല്ലാം നേർച്ചാക്കിയിട്ട് ഇത്രയെല്ലാം ദ്വാരന്നിട്ട് ഇത്രയെല്ലാം സലാത്ത് ചൊല്ലിട്ട് എനക്ക് ഇങ്ങനത്തതെല്ലാം കിട്ടിയ എന്ന് നീ പറയുന്നെങ്കിൽ സത്യത്തിൽ നിനക്ക് അങ്ങനത്തതേ കിട്ടൂ. എന്തോ ഒന്നുണ്ട് അതിന് ഉടനെ തീരേണ്ടത്. നാളെ ആഖിറത്തിലേക്ക് വേണ്ട നിന്നെ അല്ലാഹുക്ക് ഇഷ്ടം. ആ കിടാക്കളെല്ലാം ഒരേ സൈഡിൽ ഇരുത്തിക്കോളി, അവർ എതിരിലൊന്നും പയ്യക്ക് പോകുന്നു. ജോറാ കണ്ട ചെറുത ഞാൻ
അമ്മായി കഴിഞ്ഞ അത് ഞാനേ വിട്ടു ഞാൻ ചെല്ല ನೀವು ಬಹುದೂರ ಹೊರಗಿದ್ದೀರಿ ವ್ಯಾಪ್ತಿಯ ಪ್ರದೇಶದಿಂದ ಬಹುದೂರ ಹೊರಗಿದ್ದೀರಿ ಕ್ರಮಕ್ಕಲ್ಲ നിങ്ങൾ കടമത്തേക്ക് സുബ്രഹ്മണ്യ അപ്പൊ നിന്റെ എന്തോ നാളെ ആശ്രത്തിലേക്ക് തന്നങ്ങാവേല ആശ്രം നിനക്ക് താങ്ങാൻ കഴിയാല അവിടെ ആ പ്രശ്നങ്ങൾ താങ്ങാൻ കഴിയാല കാരുണ്യവാനായ റബ്ബ് സ്നേഹമുള്ള റബ്ബ് ദയാലുവായ റബ്ബ് നിന്റെ ഉണ്ടായിന് അത് തീർക്കണല്ലോ അല്ലാഹു തആല നിനക്ക് ഇങ്ങനെ ആക്കിയെന്ന് മാത്രം അത് നിന്നോടുള്ള ബേജാറ് കൊണ്ടല്ല നിന്നെ കഷ്ടപ്പെടുത്തണമെന്ന് വിചാരിച്ചിട്ടല്ല സുബ്ഹാനല്ലാഹ് ലാ യഖുലുൽ മുഅ്മിനു ഹബീബായ റസൂലുള്ളാഹി ഹബീബുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുകയാണ് ഒരു മുഅ്മിനായ ആണ് പെണ്ണിനെ ഒഴിവാവേല കഷ്ടപ്പാടുകള് രോഗങ്ങള് പ്രയാസങ്ങള് ബേജാറുകള് അതൊരു മുഅ്മിനായ മനുഷ്യന്റെ കൂടെ പറപ്പാണ് അത് ഒഴിവായിട്ട് ലോകത്ത് ഒരാളുണ്ടാവേല ഇങ്ങനെ ആക്കിയല്ലേ ഞാൻ വലിയ നിസാമിയല്ലായിട്ട് എന്നാൽ ഇങ്ങനെ ആക്കിയല്ലേ എന്ത് നീ ആരി എന്ത് നിനക്കാക്കാൻ കഴിയല്ലേ അങ്ങനെ വിചാരിക്കാൻ പാടില്ല പരനുള്ളിൽ എന്തെങ്കിലും കുസുകുസൊന്നും ആയിട്ടെങ്കിൽ അപ്പൊ അമ്മായി മരുമോവ അല്ലെങ്കിൽ മോന്റെ വേണമെങ്കിൽ തുമ്പ ചെന്നൊരു വിഷയം ഉണ്ട് എന്തറിഞ്ഞ എന്തെന്ന് നിങ്ങ എന്നെ കേൾക്കണോ അവല്ലേ പരന്റെ ഉള്ളിൽ എന്തെങ്കിലും ഒരു കുസുകുസാകുമ്പോ അപ്പൊ ചെന്നൊരു വിഷയമുണ്ട് പരനുള്ളിൽ നിന്നിട്ട് ചെന്നൊരു വിഷയം എന്തറിഞ്ഞ ഒരിക്കൽ മരിച്ചു ഇത് കാണാൻ വേണ്ട മരിച്ചിട്ട് പോയി നിങ്ങൾ നല്ല ഇടക്ക് നീ പോകുന്ന വീട്ടിലത്തെ അങ്ങനെ പോകാൻ കഴിയും നിന്നെ കൊണ്ട് പോയെങ്കിൽ തീരോ പോക്ക് ഇവിടെ ഉള്ളതെല്ലാം ചെറുതാണ് വളരെ സിമ്പിൾ സത്യം പറഞ്ഞാൽ അല്ലാഹുവിന്റെ മഹലായ ഫളല അവന്റെ അപാരമായ കാരുണ്യം കൊണ്ട് ഞങ്ങൾക്ക് അല്ലാഹു വലിയ കഷ്ടപ്പാടും ദാരിദ്ര്യങ്ങളൊന്നും തന്നിട്ടില്ല നല്ലവരുടെ ജീവിതം ഒന്ന് പഠിച്ചു നോക്ക് നല്ലവരുടെ ജീവിതം പഠിച്ചു നോക്ക് മഹാന്മാരുടെ ജീവിതം ഒന്ന് പഠിച്ചു നോക്ക് മഹാനായ ഇമ്രാൻ ഇബ്നു ഹുസൈൻ റളിയല്ലാഹു അൻഹു വർക്കപ്പറ ഇമ്രാൻ ഇബ്നു ഹുസൈൻ റളിയല്ലാഹു അൻഹു നിങ്ങൾ ഈ ഇഷ്ടപ്പെട്ടിട്ടാവോ കാരണം എന്താ ഞാൻ ഈ സൗണ്ടെല്ലാം ഇല്ലാത്തതിനെ കൊണ്ട് നിങ്ങൾക്ക് നല്ലോണം ഒരു അധ്വാനാണ് ഞങ്ങൾക്ക് സൗണ്ടൊന്നും ഇല്ലാത്ത നെഞ്ഞമ്പലുണ്ട് തൊണ്ടമ്പലെല്ലാം ഉണ്ട് അപ്പൊ നല്ലൊരു അധ്വാനവും ഉണ്ട് അല്ലെ മൈക്കേണ്ടതിൽ നിൽക്കുന്നത് നല്ലൊരു അധ്വാനം തന്നെ നിങ്ങൾ ചെല്ലുമ്പോൾ അത്ര സ്വഭാവത്തിന്റെ പണി എന്തോ അല്ല ചില മനുഷ്യന്മാർ അങ്ങനെ പറയലുണ്ട് അയാൾക്ക് എന്താണ് അയാൾക്ക് 2 മണിക്കൂറുകൾ കിട്ടുന്നില്ല 10,000 നിങ്ങൾ 10,000 തരണ്ട നിങ്ങൾ 9,500 തന്നാൽ മതി 500 പിടി എന്നും അങ്ങനെ ചെല്ലിയാണ് ആ വിഷയം കേൾക്കുന്നില്ല വേറെ ഇവിടെ ബന്ധം നോക്കണം അപ്പൊ മനസ്സിലാവും അപ്പൊ ഞമ്മ നല്ലോണം ക്ഷീണിച്ചിട്ട് ഡേഡായിട്ടുള്ള സമയത്ത് നിങ്ങൾ നല്ലൊരു ഇളക്കത്തിൽ വേണം ഇളക്കം കുറച്ച് ഇങ്ങനല്ല ആകുമ്പോ അയാൾക്ക് നിങ്ങൾ എന്തോ മുണ്ടാത്ത പോലെ നിങ്ങൾക്ക് എന്തോ തിരിയാത്ത പോലെ നിങ്ങൾ എന്തോ ഒരു വെച്ചൽ കുടിച്ച പോലെ എന്റെ മനസ്സിലങ്ങനെ തോന്നില്ലേ അങ്ങനെ ഉണ്ടാകും ആൾക്ക് എന്തോ ഒരു മിസ്റ്റേക്ക് ഉണ്ടാകും നിങ്ങൾ ബേജാറാക്കി എല്ലാവരും ഒരുപോലെ ഇല്ലല്ലോ ഒരു ഉമ്മാന്റെ മക്ക 7 ആൾ ഒരുപോലെ ഇല്ല അപ്പൊ എനക്കത് കുറച്ച് ഏറെ എന്താണെന്ന് അറിയാലോ അല്ലാഹു തആല നല്ലവരുടെ ബർക്കത്ത് കൊണ്ട് ഞങ്ങളെ നന്നാക്കും ആമീൻ അല്ലാഹു നല്ല മജ്ലിസിന്റെ ബർക്കത്ത് കൊണ്ട് ഞങ്ങളെ നന്നാക്കും മഹാനായ ഇമ്രാൻ ഇബ്നു ഹുസൈൻ റളിയല്ലാഹു നിങ്ങൾക്കിത് ഫസ്റ്റ് ചെല്ലിങ് എന്താ ഉഷാറില്ല ഞാൻ ചെല്ലാൻ കാക്കുന്നതിനാ ഈ ലൈവ് കണ്ടോർ വിചാരിക്കുന്നത് ഇയാളെന്ന് നിങ്ങളല്ലേ ഓർക്ക് സംഗതി ഇങ്ങനെ വായി ഞാൻ ചെല്ലുമ്പോൾ നിങ്ങൾ എത്ര ഉഷാറിലുണ്ട് നിങ്ങളെ പോലെ സലാത്തൊന്നും ആരുമില്ല ഞാൻ ചെല്ലാൻ അല്ലാഹു തആല ഈ മജ്ലിസിന്റെ ബർക്കത്ത് കൊണ്ട് ഞങ്ങളെ നന്നാക്കട്ടെ ഞങ്ങളെ നാവിൽ അല്ലാഹു തആല ദിക്റും സലാത്തും വർദ്ധിപ്പിക്കാനുള്ള തൗഫീഖ് നൽകട്ടെ ഞങ്ങളെ ആമീൻ മേലായ റബ്ബിന്റെ ഔദാര്യം കൊണ്ട് ഖബൂലാകട്ടെ മഹാനായ ഇമ്രാൻ ഇബ്നു ഹുസൈൻ റളിയല്ലാഹു അൻഹു വലിയ പണ്ഡിതനാണ് വലിയ മുഹദ്ദിസാണ് വലിയ റാവിയാണ് ഒരുപാട് ഹദീസുകൾ ലോകത്ത് പറഞ്ഞു കൊടുത്ത മഹാനാണ് ഹബീബായ നബി തങ്ങളുടെ പ്രധാനപ്പെട്ട സഹാബിയാണ് സുബ്ഹാനല്ലാഹ് അത്രയും വലിയ മഹാൻ 17 കൊല്ലമായി ഒരേ കിടപ്പിലാണ് രോഗിയാണ് നിത്യരോഗി എന്തറിയുമോ രോഗം ആ മഹാൻ പിടിപെട്ട
പിടിപെട്ട രോഗമേതറയാ, തടിന്റെ പിന്തുവാരത്ത് കൂടിയതാ രക്തം അങ്ങനെ ഒഴുകുന്നു. മൂലക്കുരുവിന്റെ അസുഖമാണ്, മൂലത്തിന്റെ അസുഖമാണ്. കിടക്കുന്നതായ കട്ടിലിന്റെ അടിയിൽ ഒരു ബക്കറ്റ് വെച്ചിട്ടുണ്ട്, ഒരു തസ്റ്റ് വെച്ചിട്ടുണ്ട്. ആ തസ്റ്റിലേക്കതാ ചോരങ്ങനെ ഒഴുകുന്നു. പൈപ്പില് പോകും പോലെ, അതേ നള്ളിയില് പോകും പോലെ ചോരങ്ങനെ ഒഴുകിയിട്ട് തസ്റ്റ് നിറയുകയാണ്. ഓരോരോ ദിവസം 2-3 തവണ അത് കൊണ്ടുപോയിട്ട് പുറത്ത് കളയുന്നു ആ ചോര. ഇങ്ങനെയുള്ള രോഗം വേദന കൊണ്ട് പിടക്കുകയാ, കത്തുകയാ, ചെയ്യാത്ത മരുന്നില്ല. പക്ഷേ 17 കൊല്ലത്തോളമായി, 2 ദശാബ്ദ കാലത്തോളമായി ഒരേ കിടപ്പിലാണ്. എല്ലാം അവിടെ തന്നെ ക്ഷീണിച്ച് മുരിങ്ങക്കോല് പോലെയായി മഹാൻ അങ്ങേയറ്റം ക്ഷീണിച്ചു പോയി, നല്ലോണം അവശനായി. സുബ്ഹാനല്ലാഹ്, രോഗിയായിട്ട് അങ്ങനെ കിടക്കുന്നത് 1 കൊല്ലമല്ല, 17 കൊല്ലമാ. മുസ്തഫായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ സഹാബിക്കൊന്ന് കാണണോ? മറ്റൊരാളോട് പറഞ്ഞേക്കുകയാണ് നബി തങ്ങളോട് വരാൻ പറയണമെന്ന്. ചുരുക്കട്ടെ സഹോദരാ, എന്റെ വാല് കേൾക്കുന്ന ഉമ്മ നല്ല പോലെ കേട്ടോ. മുസ്തഫായ നബി തങ്ങൾ ഈ സഹാബിയെ കാണാൻ വരികയാണ്. ഏത് സഹാബിനെ കാണാമെന്ന്? ഇമ്രാൻ ഇബ്നു ഹുസൈൻ. കുറെ ധാരാവാഹി സീരിയലിന്റെ കഥ നിങ്ങൾ ഇപ്പോഴും ഓർമ്മയില്ല, മനസ്സിൽ ഇല്ലേ? എല്ലാം ചെല്ലല്ലേ മണിമണിയായിട്ട്. അതാ നാളെ മറ്റൊരു ഖത്തറിൽ ഫുട്ബോൾ തുടങ്ങുന്നു. A മുതൽ H വരെ ഉണ്ട് ഫുട്ബോൾ ഗ്രൂപ്പ്. അതിൽ ഓരോരു ഗ്രൂപ്പിൽ എത്ര ടീമുണ്ട് നിങ്ങൾക്കാലം ചെല്ലല്ലേ? പോർച്ചുഗലിന്റെ റൊണാൾഡോ, മറ്റേ മെസ്സി, അതാരും ചെല്ലി തന്നില്ല. ജസ്റ്റ് ഒന്ന് നോക്കിട്ടാകുമ്പോ ഇത് പഠിക്കും, ഇതാണ് അതിനെ ഞാൻ ചെല്ലേ. നീ ഇങ്ങനെ ഇരിക്കാനേ ഇത് ഓന്റെ ഉപേന്ദ്രന്റെ പാട്ടൊന്നുമല്ല. ഞാൻ കേട്ടതിന് ജവാബ് ചെല്ലണം. നിങ്ങൾ അരിസം വന്നെങ്കിൽ സാരില്ല, പയ്യ പോകുമ്പോ പിരിസാക്കാം. മഹാനായ ഇമ്രാൻ ഇബ്നു ഹുസൈൻ മുസ്തഫായ നബി തങ്ങളെ കാണാൻ വന്നു. മഹാൻ വിളിച്ചറിയിച്ചു, ഹബീബായ നബി തങ്ങൾ വന്നു. വന്നിട്ട് അവിടുന്ന് നബിയോട് പറയുകയാ, പൊന്നാര നബിയേ, കണ്ടില്ലേ നബിയേ, കാലങ്ങളായി നബിയേ ഈ കിടപ്പില് ഇത്ര വേദന സഹിക്കുകയാ. എന്തോരം നമ്പരമാ, എണിക്കാൻ വയ്യ, ഇരിക്കാൻ വയ്യ, കാഷ്ടവും മൂത്രവും ഒരേ കിടപ്പില്. അടിയിലാണെങ്കിൽ തസ്തുണ്ട്, ബക്കറ്റുണ്ട്, അതിലേക്ക് അങ്ങനെ പിന്തുവാരത്തുകൂടി രക്തം പോണോ, ചലമങ്ങനെ ഒഴുകുന്നു, ചോരയൊടുകുന്നു, എല്ലാം അവിടെ തന്നെയാ. ഹബീബായ നബിയേ, വേദന കൊണ്ട് സഹിക്കവയ്യ നബിയേ, കടച്ചല കൊണ്ട് സഹിക്കവയ്യ നബിയേ, താങ്ങാൻ കഴിയുന്നതിനേക്കാളും അപ്പുറമാ നബിയേ എന്ന് റസൂലുള്ളാഹിയോട് പറഞ്ഞപ്പോ മുസ്തഫായ നബിയോട് പറയുകയാണ്, പൊന്നാര നബിയേ, സുഖപ്പെടാൻ ദുആരക്കുമോ നബിയേ. ഹബീബായ നബി തങ്ങളെ ദുആക്ക് മറയില്ലല്ലോ. പൊന്നാര നബി തങ്ങളെ ദുആക്ക് ഹിജാബില്ല. ഹബീബായ നബി തങ്ങളെ ദുആന്റെ കബൂലിയത്തിന് അടതടയില്ല. അത് സ്വീകരിക്കപ്പെട്ടത് തന്നെ. കാരണം അത് ഹബീബിന്റെ ദുആയാണ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഹബീബായ നബി തങ്ങളോട് ഇമ്രാൻ ഇബ്നു ഹുസൈൻ തങ്ങൾ തന്റെ രോഗശമനത്തിന് വേണ്ടി ദുആരക്കാൻ പറഞ്ഞപ്പോ, വേദന സംഹാരിക്കാൻ വേണ്ടി ദുആരക്കാൻ വേണ്ടി പറഞ്ഞപ്പോ, കഷ്ടപ്പാട് തീരാൻ വേണ്ടി ദുആരക്കാൻ പറഞ്ഞപ്പോ, ഹബീബായ നബി തങ്ങൾ പറയുകയാ, ഇമ്രാന് ഇൻ ശിഅത ലദഅഉതു വഇൻ ശിഅത ലതറക്തു വഅദ്ഖലക അല്ലാഹുൽ ജന്ന. ഇമ്രാന് ഇൻ ശിഅത ലദഅഉതു, നീ ആഗ്രഹിക്കുന്ന പോലെ, നീ വിചാരിക്കുന്ന പോലെ, നീ ഉദ്ദേശിച്ച പോലെ ഞാൻ നിനക്ക് ദുആരക്കാൻ എനിക്കൊരു മടിയില്ല. നിന്റെ ആഗ്രഹത്തിന് ഞാൻ തട നിൽക്കുന്നില്ല, വിലങ്ങ് നിൽക്കുന്നില്ല. നിന്റെ ആശ ഞാൻ ദുആരക്കണമെന്നാണെങ്കിൽ, രോഗം മാറി എണീറ്റ് പോകണമെന്നാണ് നിന്റെ ആഗ്രഹമെങ്കിൽ,
ശിഇത ലതറക്തു അദ്ഖലകല്ലാഹുൽ ജന്ന. അതല്ല നിന്റെ താല്പര്യം ഞാൻ ദ്വാരക്കണ്ട ക്ഷമിക്കുമെന്നാണെങ്കിൽ അള്ളാന്റെ വിധി പോലെ നടക്കട്ടെ. അവൻ എപ്പോഴാണോ ശമനം തരുന്നത് അന്ന് സുഖപ്പെടുത്തട്ടെ. അതല്ല ഇങ്ങനെയാണ് എന്റെ വിധി എങ്കിൽ അങ്ങനെ നടക്കട്ടെ. എല്ലാം തവക്കൽതു അലല്ലാഹ് എന്ന് കരുതിയിട്ട് നീ സബർ എടുക്കുകയാണെങ്കിൽ അദ്ഖലകല്ലാഹുൽ ജന്ന, നിനക്ക് സ്വർഗ്ഗം ഉറപ്പാണ്, സംശയമില്ല. വബശ്ശിരി സ്വാബിരീൻ. മഹാനായ ഇമ്രാൻ തങ്ങൾ പറഞ്ഞു, നബിയെ ദ്വാരക്കണ്ട, എന്റെ രോഗം മാറണ്ട നബിയെ. ഈ ലോകത്തിന്റെ വേദന മാറിയാലും ഈ രോഗം മാറിയാലും എനിക്ക് നാളെ പരലോകം രക്ഷപ്പെടണമല്ലോ. എന്റെ രോഗം കൊണ്ട് ഞാൻ ക്ഷമിച്ചത് കൊണ്ട് ഞാൻ സഹിച്ചത് കൊണ്ട് അല്ലാഹുവിലേക്ക് അർപ്പിച്ചത് കൊണ്ട് ആരാവാരം പോലെ പരന്നു കിടക്കുന്ന പരലോകം എനിക്ക് നാളെ രക്ഷപ്പെടുമെങ്കിൽ എനിക്കത് മതി നബിയേ. ദ്വാരക്കണ്ട നബിയേ. എന്തൊരു ഈമാനാ. അതെ, ക്ഷമിക്കുന്നവർക്ക് വലിയ പ്രതിഫലമുണ്ട്. മാത്രമല്ല വിശുദ്ധ ഖുർആൻ പറയുകയാണ്, സുബ്ഹാനല്ലാഹ് വബശ്ശിരി സ്വാബിരീൻ. ക്ഷമിക്കുന്നവർക്ക് ധാരാളം സന്തോഷ വൃത്താന്തങ്ങളുണ്ട്, വലിയ നേട്ടങ്ങളുണ്ട്. ദുനിയാവിലും നാളെ പരലോകത്തും വലിയ നന്മകളുണ്ട്. ആരറിയുമോ ക്ഷമാശീലര്, ക്ഷമിക്കുന്നവരാര്, മുഅ്മിനീങ്ങളാര്, തങ്കപ്പെട്ട ഈമാനിന്റെ ഉടമകളാര്, കാരുണ്യവാനായ റബ്ബിന്റെ അപാരമായ പൊരുത്തത്തിന് അവന്റെ വലിയതായ പ്രീതിക്ക് പാത്രീഭൂതരായ ഭാഗ്യവന്മാരാര്, ആ നല്ല ഉമ്മയാര്. അതേ വിശുദ്ധ ഖുർആൻ പറയുകയാണ്, അല്ലദീന ഇദാ സാബത്തുഹും മുസീബ الذين إذا أصابتهم مصيبة قالوا إنا لله وإنا إليه راجعون. അവർ പറയും, എന്ത് പ്രശ്നങ്ങൾ പ്രയാസങ്ങൾ കേൾക്കുന്നെങ്കിലാ, എന്ത് ബേജാറ് കെട്ടപ്പാട് കേൾക്കുന്നെങ്കിലാ, ഇതറാ നീ ആ വോട്ടൊരിക്കൽ വെച്ചിട്ടുണ്ടായി, നിന്റെ പാൻ കാർഡ്, ഐഡന്റിറ്റി കാർഡ്, ആധാർ കാർഡ്, പിന്നെ നിന്റെ റേഷൻ കാർഡ്, പിന്നെ ഒരു 3000-ന്റെ പൈസ എല്ലാം ഞാൻ പാഡ്സില്ലേ നിന്റെ പിന്നെ പാക്കറ്റി, അതാരോ കൊണ്ടുപോയാലും നീ അറിഞ്ഞിട്ടേ എന്ന് നീ പറയുന്നുണ്ടെങ്കിൽ നീയാണ് മുഅ്മിൻ. ഞാൻ എന്താ പറയല അങ്ങനെ കേട്ടെങ്കിൽ? എന്താ നിന്റെ മൊബൈൽ ആരോ കൊണ്ടുപോയാല, ഏത് മോൻ അതിന്റെ ബാക്ക് നിങ്ങൾ പില്ലായിക്കോളി അവലെ. ഞാൻ മോന്ന് മാത്രം ചെല്ലേ, അതിന് ബാക്കിയൊന്ന് ചെല്ലിറ്റ എനിക്ക് തിരിഞ്ഞിട്ടില്ലെന്നല്ലേ. പിന്നെ അത് തിരിയാണ്ടിരിക്കുക. അത് തിരിഞ്ഞില്ലെങ്കിൽ നിങ്ങൾ ഞാൻ വിടേല, ഞാൻ ഉസുറും പുളി ഉണ്ടെങ്കിൽ വിടേല. ഇന്നാലില്ലാണ്ട് ഇത് മുഅ്മിന്റെ ലക്ഷണമല്ലേ. അബൂസ്ത തേടണ്ടേ, അബൂസ്ത കേസ് കൊടുക്കണ്ടേ, അബൂസ്ത അവനെ പിടിക്കണോ, അതിന് മുന്നേ ഇത് ചെല്ല്. എല്ലാ ആക്ക് ദുനിയാവിന്റെ എല്ലാ പണിയും എടു. പക്ഷെ എല്ലാ പണിനേക്കാളും വലിയ പണി മേലാറപ്പെടുക്കണോ, ഓന് വിട്. ഫസ്റ്റ് ഓന് വിട്, പിന്നെ സംപ്യത്ത പോലീസിനോട് തിരിഞ്ഞാ നിക്ക്. ഞങ്ങൾ എന്താ ആർക്ക് കൊടുത്തോ മോശമില്ല, ഓന് വിടുന്ന വിഷയമില്ല. അല്ലാണ്ട് അയാൾ ചെല്ലാൻ പറഞ്ഞ അല്ല പൊരുത്തപ്പെട്ടെങ്കിൽ ഞാൻ നിനക്ക് പൊരുത്തപ്പെടാൻ ഇല്ലേ. എത്ര മനുഷ്യന്മാരുണ്ടാവും പോകുന്ന ഉംറക്ക് പോകുമ്പോ ഏഴാമാൻ്റെലും ഉണ്ടാവും പോയിനെ. അപ്പൊ ഏഴാമ ചെല്ലി 1000 റിപ്പോർട്ടർ സാരല്ലേ, ഏഴാമാൻ്റെ ചെല്ലിയറ് ഞാൻ പണ്ടത്തെ എന്തൊന്നും മനസ്സിൽ വെച്ചിരുണ്ട, അതെല്ലാം ആയി കഴിഞ്ഞാലും വിട്. അപ്പൊ അവൻ ചെല്ലാൻ പറഞ്ഞ ഞാൻ സലാമെല്ലാം ചെല്ലാം, എന്നെങ്കിലും അന്ന് അയാൾ ആക്കിയതുണ്ടല്ലേ, അത് അല്ല പൊരുത്തപ്പെട്ടെങ്കിൽ ഞാൻ പൊരുത്തപ്പെടാലാന്ന്. ഓൻ പോകുന്ന ഉംറക്കല്ലേ, ഓനോട് പുത്തൂർ യാത്രക്ക് പോയിട്ട് വരല്ലോ നീ. അല്ല അല്ല പൊരുത്തപ്പെട്ടെങ്കിൽ ഓൻ പൊരുത്തപ്പെടുന്നില്ലാലോ, ഭയങ്കരല്ലോ ആരും ഓ എന്ത് ഈമാന്. ഓൻ സ്വർഗത്തിലല്ല നാളെ ഫസ്റ്റ്. ഓന്റെ ചിന്ത അതാണിപ്പോ. ഓൻ നാളെ തന്നെ ഉംറക്ക് പോയിട്ട് അവിടുന്ന് പോന്നു നേരെ സ്വർഗത്തിലേക്ക്. ഓന്റെ വിചാരം അതാണ്. നീ ഒരു കാര്യം ചെയ്, അള്ളാഹ്ക്ക് കർമ്മങ്ങൾ ചെയ്യുന്നതിന് മുന്നേ അള്ളാഹ്ക്കേറെ ഇഷ്ടം അവന്റെ അടിമകളോട് നല്ല നിലക്ക് പെരുമാറലാണ്. തിരിഞ്ഞാ നിനക്ക് പള്ളിക്ക് മിനാരം കെട്ടുന്നതല്ല വല്ല കൂലി.
നിന്റെ പൊരന്റെ അപ്പുറത്തുള്ള ചോർന്നൊലിക്കുന്ന വീട്ടിൽ കഴിയുന്ന വീട്ടുകാരില്ലേ, അവർക്ക് 4 ഓട് മേങ്ങിട്ട് കൊടുക്കലാണ് ഈ മിനാരം കെട്ടുന്നതിനേക്കാളും അല്ലാഹുക്ക് ഇഷ്ടം. ഞമ്മ അതിന് റെഡിയില്ല. എന്താ ഓരോ നല്ല കഷ്ടത്തിലുണ്ടോ, എന്ത് ചെന്നേക്കുന്നില്ല, 4 നാളായില്ല. ഓർക്ക് ആളുണ്ടോ എന്ന് പേടിക്കണമെന്നില്ല. അബുദാബിയിൽ തന്നെ കൂട്ടിക്കോ. ഒരു 3 ചാക്ക അരിയും 2 ചാക്ക പഞ്ചസാരയും കൊടുത്തെന്ന് വെച്ചോ. ഓനല്ല എൻ്റെ ഗുണം. നിനക്ക് എന്തുള്ള, നിനക്ക് കിട്ടണം, നീ എന്നെ കൊടുക്കണ്ടേ. പിന്നെ ആ അബുദാബിയിലുണ്ടെങ്കിൽ ഖത്തറിലുണ്ടെങ്കിൽ നീ കൊടു, ഞമ്മ ഈടെ കൊടുക്കും. പള്ളിക്ക് സരള വിവാഹത്തൊക്കെ നണ്ട വകകളി 25 പവൻ ഒക്കെ. നിന്റെ എളാമാന്റെ മോവത പറഞ്ഞ അവിടെ പുറത്ത് 32 വയസ്സായി, കാശ് പൊന്ന് കൊടുക്കണില്ല ചെലിട്ടാണ് ആ പെണ്ണ് ബാക്കിയായിന്. ചന്ത കുറഞ്ഞിട്ടല്ല, മേലായ റബ്ബ് കൊടുത്ത ചന്തമുണ്ട്, എല്ലാ നിലക്കുള്ള വിദ്യാഭ്യാസവും ഉണ്ട്. എന്നിട്ടും ആ പൊരൻ്റെ ഉള്ളിൽ ആ പൊര നിറഞ്ഞു നിൽക്കുന്ന പെണ്ണ് ബാക്കിയായത്. ആ വീടിന്റെ അകത്ത് പൊരഞ്ഞിറഞ്ഞു നിൽക്കുന്നത് ഭർത്താവ് എന്ന സ്വപ്നം, ആ ഒരു സന്തോഷത്തിന്റെ സ്വപ്നം, അത് വിദൂര സ്വപ്നമായിട്ട് അങ്ങനെ ആ പെണ്ണിനെ ബാക്കിയായത്. കാശില്ലാത്തത് കൊണ്ടാണ്, സമ്പത്ത് കുറഞ്ഞു പോയതിന്റെ കാര്യം കൊണ്ടാ. എന്നാൽ പൊന്നുമോന് അവളെ സഹായിച്ചോ, അവർക്ക് കൊടുത്തു. അതാണ് വലിയ ഇഷ്ടം അല്ലാഹുക്ക്. അതാ വലിയ ഇഷ്ടം. നമുക്കതറിയില്ലല്ലോ. ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുകയാ, വന്നതായ പ്രയാസങ്ങൾ നീങ്ങിപ്പോകാൻ, വരാനുള്ള കട്ടപ്പാടുകൾ വരാതിരിക്കാൻ, ആഫത്ത് മുസീബത്തുകളെ തൊട്ടൊക്കെയും നിന്നെ കാക്കപ്പെടാൻ, നിറഞ്ഞ സന്തോഷവും റാഹത്തും അല്ലാഹു നിനക്ക് തരാൻ, ഏറിയ ആയുസ്സും ദീർഘായുസ്സും ആരോഗ്യവും അല്ലാഹു നിനക്ക് നൽകാൻ ഏറ്റവും നല്ല എളുപ്പമാർഗം പാവങ്ങളെ സഹായിക്കലാണ്, പള്ളിയെ സഹായിക്കലാണ്, ഇതുപോലെയുള്ള ദീനിന്റെ കാര്യങ്ങൾക്ക് സ്വതക്ക കൊടുക്കലാണ്. അങ്ങനെയുള്ള സ്വതക്ക കൊടുക്കലും ഉണ്ടല്ലോ, നിന്റെ കട്ടപ്പാട് മാറ്റുന്നു, നിന്റെ പ്രയാസങ്ങൾ മാറ്റുന്നു, നീ അനുഭവിക്കുന്ന ബേജാറുകൾ അല്ലാഹു മാറ്റുന്നു. ഞങ്ങൾക്കുള്ള പ്രശ്നങ്ങൾ പ്രയാസങ്ങളെല്ലാം മാറാന് നമുക്കതിന് ഒരുപാട് അതിനുള്ള പരിഹാരക്രിയ എന്താ പറയാ, അതിനുള്ള പ്രതിവിധി, ആ പ്രശ്നങ്ങൾ ബേജാറെല്ലാം മാറ്റിയെടുക്കാൻ, വന്നതായ കഷ്ടപ്പാടുകൾ നഷ്ടങ്ങളെല്ലാം തിരിച്ചെടുക്കാൻ, അതൊക്കെ മാറ്റിയെടുക്കാൻ ഞങ്ങൾക്ക് ഒരുപാട് പരിഹാര മാർഗങ്ങളുണ്ട്. അതിലേറ്റവും പ്രധാനമാണ് ഖുർആൻ പാരായണം, അല്ലാഹുവിനോട് ദുആ അരക്കല്, മഹാന്മാരെ സിയാറത്ത് ചെയ്യല്, സ്വതക്ക കൊടുക്കല്, ദിക്ർ ചൊല്ലല്, ഇതൊക്കെ വലിയ പരിഹാര മാർഗങ്ങളാണ്. സമസ്യകൾ വരുമ്പോ സമചിത്തതയോടെ സമീപിക്കണം, വിവേകത്തോടെ സമീപിക്കണം, വികാരത്തോടെ കൈകാര്യം ചെയ്യരുത്. എന്താ എന്റെ ഏളാമാന്റെ മോൻ തെങ്ങുന്ന് വീണാല ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ ഇദാ അസാബത്തുഹും മുസീബ ഖാലൂ ഇന്നാ ലില്ലാഹ് എന്ന് പറയണം. നീ എന്താ നിന്റെ ഏളാമാന്റെ മോൻ തെങ്ങുന്ന് വീണാല നീ എന്ത് ചെയ്യുന്നത്? ഓന്റെ നടു മാത്രം പൊളിഞ്ഞിനല്ല, വേറെല്ലാം പൊളിഞ്ഞിന? ഇല്ല, എല്ലാം കൊണ്ടല്ലോ ഒക്കെ അത്രയല്ലോ ജാറാണ് അതിന്. കണ്ട, നീ മുഅ്മിനാണോ? അല്ല, സബറില്ലാത്തവർ, ക്ഷമിക്കാത്തവർ, ആപത്ത് വിപത്ത് മുസീബത്ത് വാർത്ത കേൾക്കുമ്പോ ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ പറയാത്തവർ, അവർ അല്ലാഹുവിന്റെ ആളല്ല. അതേ സമയത്ത് പ്രശ്നങ്ങൾ വരുമ്പോ, സമസ്യകൾ വരുമ്പോ, ബേജാറ് വരുമ്പോ, കാലങ്ങളേറെയായി ഷുഗർ പിടിച്ച് രോഗങ്ങളായി രോഗിയായി ഇങ്ങനെ മരുന്ന് കഴിച്ചിട്ട് കഴിയുമ്പോ നീ ക്ഷമയോടെയാണ് അതിനെ നേരിടുന്നതെങ്കിൽ, നല്ല മനക്കരുത്തോടെയാണ് അതിന് നീ താങ്ങുന്നതെങ്കിൽ, എല്ലാം അല്ലാഹുവിൽ അർപ്പിച്ചിട്ടാണ് നീ പോകുന്നതെങ്കിൽ, അതോടൊപ്പം നീ ദിക്റുള്ളവനാണെങ്കിൽ ഉലൈക അലൈഹിം സ്വലവാത്തും മിർ റബ്ബിഹിം വറഹ്മ. ഖുർആനാണ്, എൻ്റെ വകയല്ല. പ്രശ്നങ്ങളെ നല്ല നിലക്ക് കൈകാര്യം ചെയ്യുന്നവര്, സമസ്യകളെ നല്ല സമചിത്തതയോടെ സമീപിക്കുന്നവര്, വികാരത്തിനടിമപ്പെടാതെ അവിവേകങ്ങളൊന്നും കാണിക്കാതെ, ഒരു കഷ്ടം കയറിൽ തൂങ്ങിച്ചാവാതെ, കടങ്ങൾ കൂടുമ്പോ ബേജാറ് കൂടുമ്പോ റെയിൽവേ ട്രാക്കിലേക്ക് പോയിട്ട് തലവെക്കാതെ, വിഷത്തിന്റെ കുപ്പി കൊണ്ടുപോയിട്ട് വിഷം കുടിക്കാതെ, എപ്പോഴും കട്ടപ്പാടും ബേജാറും പറഞ്ഞിട്ട് പൊറുതികേട് കാട്ടാതെ അല്ലാഹുവിലേക്കെല്ലാം സമർപ്പിച്ചവരില്ലേ?
അല്ലാഹുവിലേക്ക് അർപ്പിച്ചവരില്ലേ, അവനോട് പറയുന്നവരില്ലേ, ഉലൈക അലൈഹിം സ്വലവാത്തും മിർ റബ്ബിഹിം വറഹ്മ, അവർക്ക് അല്ലാഹുവിന്റെ ഭാഗത്ത് നിന്ന് അപാരമായ ഗുണമുണ്ട്, അല്ലാഹുവിന്റെ അടുക്കൽ നിന്നിട്ട് വലിയ കാരുണ്യമുണ്ട്. മാത്രമല്ല വഉലൈക ഹുമുൽ മുഹ്തദൂൻ, വഉലൈക ഹുമുൽ മുഹ്തദൂൻ, വഉലൈക ഹുമുൽ മുഹ്തദൂൻ. അവരാണ് യഥാർത്ഥത്തിൽ സച്ചരിതരായവര്, സ്വാലിഹീങ്ങളായവര്, ഹിദായത്ത് ലഭിച്ചവര്, സന്മാർഗം ലഭിച്ചവര്, അല്ലാഹുവിലേക്ക് ചേരുന്നവര്. അവരാണ് ക്ഷമയുള്ളവര്, ദിക്റുള്ളവര്. ഹബീബായ നബി തങ്ങൾ പറഞ്ഞല്ലോ, പൊന്നു മുസ്ലിമേ, പൊന്നു പെങ്ങളെ, പൊന്നുമ്മ, ജീവിതത്തിലെ കഷ്ടപ്പാട്, രോഗങ്ങള്, ബേജാറുകള്, സമസ്യകള്, പേടികള് വരുമ്പോ കാലിടരണ്ട, മുട്ടുപറക്കണ്ട, കൈകാലളക്കണ്ട, അവന്റെ പ്രതീക്ഷ കൈവിടണ്ട, മേലായ റബ്ബിന്റെ ഭറവസ കൈവിടണ്ട. നല്ല കടുക്കല നിന്നോ, എല്ലാം അവനിലേക്ക് അർപ്പിച്ചിട്ട് നിന്നോ. ഞമ്മ ഏതായാലും കുറെ നേർച്ചെല്ലാം വെച്ചിട്ട് കുറെ കൊടുത്ത, കുറെ മൗലിദെല്ലാം ഓദിച്ച, കുറെ സിയാറത്തും സലാത്തെല്ലാം ആക്കി ചെല്ലിയെല്ലാം ആയി. ഇതെന്ത് കൊണമണോ ഇല്ല, കൊണാന്നേ കാണുന്നില്ല. ഇനി സലാത്തും ചെന്നല്ല, ദിക്റും ചെന്നല്ല, പോട്ടയില്ല. നല്ല കഥ. അങ്ങനല്ല. നിന്റെ പ്രതീക്ഷ വിടണ്ട. മഹാനായ മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം ദുആയിരുന്നു. മമ്മജിന്റെ മോമല്ല മൂസാ നബി അലൈഹിസ്സലാം. ചെല്ലേ, മൂസാ നബി അലൈഹിസ്സലാം ദുആയിരുന്നു. ആ ദുആ കാമിൻ പറഞ്ഞു മഹാനായ ഹാറൂൻ നബി അലൈഹിസ്സലാം. ഏതായാലും ആ ദുആ ഡെഫിനറ്റ്ലി കബൂലാണല്ലോ, ഉറപ്പല്ലേ? നമ്മളെ ദുആ പോലത്തെ ദുആ അല്ലല്ലേ. ആരാ മൂസാ നബി? വിശുദ്ധ ഖുർആൻ എടുത്തു നോക്കിയാൽ 25 നബിമാരുടെ പേരല്ല പറഞ്ഞിട്ടുണ്ട്. ബയോഡാറ്റ, ഹിസ്റ്ററി, ചരിത്രം പറഞ്ഞിട്ടുണ്ട്. അതിൽ ഏറ്റവും കൂടുതൽ പേരെടുത്തിട്ടുള്ള കാര്യം പറഞ്ഞത് മൂസാ നബി അലൈഹി സ്വലാമിൻ്റെതാണ്. ചെറിയ ആളല്ല, അല്ലാഹു തആല നേരിട്ട് സംസാരിച്ച മഹാന. കല്ലമല്ലാഹു മൂസാ തക്ലീമ. ഒരുപാട് അത്ഭുതങ്ങളെ ലോകത്ത് കാണിച്ചു കൊടുക്കാൻ അപാരമായ കഴിവ് കൊടുത്ത ആളാണ് മഹാനായ മൂസാ നബി അലൈഹി സ്വലാം. ഞങ്ങളെ സൽപ്പിക്ക് ഭയങ്കര ഡൗട്ടും. മഹാനായ സയ്യിദുൽ ഉലമയെ പോലെയുള്ള മഹാന്മാർ നമ്മളെ വലിയ നേതൃത്വമാണ്, സമുദായത്തിന്റെ വലിയ നേതൃത്വമാണ്, സുന്നത്ത് ജമാഅത്തിന്റെ വലിയ നേതൃത്വമാണ്. മഹാന്മാരായ ഞങ്ങളെ ആലിമീങ്ങൾ, സാദാത്യങ്ങളൊക്കെ ഇങ്ങനെ പാർട്ടിയിൽ കൂട്ടിയിട്ടുണ്ടാവല്ലേ. എല്ലാ പാർട്ടിയും ഇവിടെ പാർട്ടി ഇല്ലാതെ തന്നെ ജഗപകായിട്ടുണ്ടോ. അതിൻ്റെ ഇടയിൽ ഇങ്ങനെ പാർട്ടിയും ആക്കിയിട്ട് ഇയാൾ ആ പാർട്ടിയാണല്ലേ, എൻ്റെ ഒടുക്കത്തെ പാർട്ടി, തീരുമാനമില്ലാത്തത്. ഇങ്ങോട്ടൊക്കെ പാർട്ടി എനക്കൊണ്ടില്ല എന്നൊന്നും ഞാൻ ചെന്നില്ല. പക്ഷെ അത് കൂടെ പാർട്ടിയാക്കാൻ ഞാൻ വന്നിട്ടില്ല. നിങ്ങൾ എന്നെ കണ്ടിട്ട് എൻ്റെ പാർട്ടി ആവുകയും വേണ്ട. നിങ്ങളെ പാർട്ടി എനിക്ക് മനുഷ്യന് പാർട്ടി പാർട്ടി ആയിട്ട് തന്നെ ഞങ്ങൾ 4 വട്ടിക്കായ വോട്ടു. ഓൻ്റെതെല്ലാം ഒന്നിലേക്കായിട്ട് ഓമന്ന കുത്ത ബടി പോലെ. ഓമന്നങ്ങന്താന്ന് ഒരു കൂട്ടം ചെല്ലിയെ വന്നിട്ട് ഇപ്പം എന്താ അറിഞ്ഞ കുറെ പോയി. നിങ്ങൾ കുറെ അപ്പുറം തിങ്കാക്കിയിരുന്നേ. നീ പറഞ്ഞോ എല്ലാവരും വരാൻ പറ്റാല്ല. അള്ളാഹു ഞങ്ങളെ ഭാരത മണ്ണിനെ കാക്കട്ടെ. ഹിന്ദുവും മുസ്ലിമും ക്രൈസ്തവനും മറ്റുള്ള മതക്കാരെല്ലാവരും ഒരു പൂന്തോപ്പിലെ, ഒരു പൂന്തോട്ടത്തിലെ പൂക്കളെ പോലെ, വെറൈറ്റി ആയിട്ടുള്ള, വ്യത്യസ്തങ്ങളായിട്ടുള്ള പൂക്കളെ പോലെ ജീവിക്കുന്ന പൂന്തോട്ടമാണ് ഇന്ത്യ, അല്ലേ? ഇവിടെ ഹിന്ദുവും മുസ്ലിമും ക്രൈസ്തവനും മറ്റു മതക്കാരും സിഖുകാരനും ഒരു ഉമ്മ പറ്റ മക്കളെ പോലെ തോളോട് തോള് ചേർന്ന് ജീവിക്കുന്ന നാടാണ് ഈ ഇന്ത്യ. അങ്ങനെയുള്ള നാട്, സൗഹാർദ്ദത്തിന്റെ നാട്. മഹാത്മാഗാന്ധി എന്ന നാടിന്റെ ആത്മാവായ, ഈ രാജ്യത്തിന്റെ രാഷ്ട്രപിതാവായ മഹാത്മാഗാന്ധിയുടെ ഇടഭാഗത്ത് സർദാർ വല്ലഭാഭായ് പട്ടേൽ എന്ന ഇന്ത്യയുടെ ഉരുക്കു മനുഷ്യനായിരുന്നുവെങ്കിൽ, മഹാത്മാഗാന്ധിയുടെ ഇടഭാഗത്ത് മഹാനായ ഗഡിനാടു ഗാന്ധി ഖാൻ ഗഫാർ അബ്ദുൽ ഗഫൂർ ഖാൻ, അല്ലേ? ഒരു ഭാഗത്ത് ഹിന്ദു, ഒരു ഭാഗത്ത് ക്രിസ്തു. ഝാൻസി റാണി
അതുപോലെ തന്നെ ബാലഗംഗാധര തിലക്, റാം മനോഹർ ലോഹിയ, അങ്ങനെ തുടങ്ങിയ ഒരുപാട് വ്യക്തിത്വങ്ങൾ. ജാതിയില്ല, മതമില്ല. വിശുദ്ധ ഖുർആനിന് തഫ്സീർ എഴുതിയ മക്ക നാട്ടിൽ പോയിട്ട് പഠിച്ചു വന്ന ഇന്ത്യയിലെ ആദ്യത്തെ വിദ്യാഭ്യാസ മന്ത്രിയായ അതേ മഹാനായ അബ്ദുൽ കലാം, APJ അബ്ദുൽ കലാം അല്ല, മിന്നൽ അബ്ദുൽ കലാം, അവരെല്ലാം തോളോട് തോള് ചേർന്ന് പ്രവർത്തിച്ചു. അങ്ങനെ സ്വാതന്ത്ര്യം നേടിയെടുത്തതാണ് ഈ നാട്. എന്നിട്ടിപ്പോ ഏതോ ഒരുത്തൻ സ്റ്റേജിൽ കയറ്റി പ്രസംഗിച്ചിട്ടുള്ളോ, ബാരിങ്ങ മീന് വിറ്റോണ്ട് വന്നെങ്കിൽ ആ ബട്ടിക്ക് ഫീനോയിൽ വീത്തോണോള. നീ വീത്ത്, ഞങ്ങൾക്ക് അതിൽ പേടിയൊന്നും ഇല്ല, ബേജാറും ഇല്ല. ഞങ്ങൾ നാളെ വേറൊരു ബട്ടി മേങ്ങും നല്ല മീനും കൊണ്ടുവന്നിട്ട് കൊടുക്കും. ഇല്ല, ഞങ്ങൾ അതിന് തിരിച്ച് ഞങ്ങൾ ഒരിക്കലും അതിന്റെ ബട്ടിക്ക് ഫിനോയിൽ വീത്താല ഇല്ല. നീ എങ്ങാനും ഫിനോയിൽ വീത്താൻ വേണ്ടി വന്നാൽ നിനക്കതാ 100 റുപ്യക്ക് 10 ഇലയാണ് എല്ലാവർക്കും കൊടുത്തതെങ്കിൽ, പൊന്നു മനുഷ്യ, ഫിനോയിൽ വീത്തിയിട്ട് നശിപ്പിക്കാൻ വേണ്ടി വന്ന മനുഷ്യ, ആഹ്വാനം ചെയ്ത റഘുവായ മനുഷ്യ, നിനക്കതാ 100 ഉറുപ്പക്ക് 10 അയിലക്ക് പകരോ ഞങ്ങളതാ 15 അയിലയാറ് തരോ. ഞങ്ങളെ മനസ്സതാണ്, ഞങ്ങളെ കൽബതാണ്, ഞങ്ങളെ എല്ലാം അതാണ്. തിരിച്ചു പ്രതികരിക്കാൻ ഞങ്ങളില്ല, പ്രകോപനമുണ്ടാക്കാൻ ഞങ്ങളില്ല. ജുഡീഷ്യറിയെ മാനിച്ച്, നാടിന്റെ ഗവൺമെന്റിനെ മാനിച്ച്, കോടതിയെ മാനിച്ച്, നിയമത്തെ മാനിച്ച്, സർക്കാരിനെ ബഹുമാനിച്ച്, ലീഗലായിട്ടല്ലാതെ പ്രവർത്തിക്കാനും എതിരിടാനും ഞങ്ങളില്ല. ഞങ്ങൾ ഈ നാടിന്റെ മക്കളാണ്. അതാരോടും ബോധിപ്പിക്കപ്പെടേണ്ട ഗതികേട് ഞങ്ങൾക്കില്ല. ഈ നാടിന്റെ മക്കളാണ്, പൗരന്മാരാണെന്ന് ബോധിപ്പിക്കപ്പെടേണ്ട ഗതികേട് ഞങ്ങൾക്കാരോടെ മുമ്പിലുമില്ല. ഇരിക്കട്ടെ, ഞാൻ എന്റെ വിഷയത്തിലേക്ക് വരാ. ആരെന്തു പറഞ്ഞാലും നിങ്ങൾ പേടിക്കണ്ട, ബേജാറാകണ്ട. അതോടൊപ്പം നിങ്ങൾ പ്രകോപനവും കൊള്ളണ്ട, നിങ്ങൾ ആരിശപ്പെടണ്ട. നിങ്ങൾ എല്ലാം അല്ലാഹുവിലേക്ക് അർപ്പിച്ച നല്ല മനുഷ്യരായി ജീവിക്കണോ, നല്ല ഇന്ത്യക്കാരനായി ജീവിക്കണോ, നല്ല മുസ്ലിമായി ജീവിക്കണോ. ലോകത്ത് പ്രശ്നങ്ങൾ, പ്രയാസങ്ങൾ, പേടിപ്പെടുത്തലുകൾ എല്ലാവർക്കും ഉണ്ടായിട്ടുണ്ട്. മഹാനായ അയ്യൂബ് നബി അലൈഹിസ്സലാം, അയ്യൂബ് നബി അലൈഹിസ്സലാം വിശുദ്ധ ഖുർആനിൽ പേർ പറയപ്പെട്ട ആളാണെന്ന് മാത്രമല്ല, നിഅമൽ അബ്ദു ഇന്നഹു അവ്വാബ്. എന്തൊരു ഗുഡ് സർട്ടിഫിക്കറ്റ്, എത്ര നല്ലൊരു സർട്ടിഫിക്കറ്റ്. അല്ല പറഞ്ഞതാ മനുഷ്യനെ പറ്റി, അയ്യൂബ് എന്ന മഹാനരെ പറ്റി അല്ല പറഞ്ഞൊരു സർട്ടിഫിക്കറ്റ് ഉണ്ട്, അല്ല കൊടുത്തൊരു ക്ലാരിഫിക്കേഷൻ ഉണ്ട്. എങ്ങനെ അറിയുമോ? നിഅമൽ അബ്ദു ഇന്നഹു അവ്വാബ്. കേക്കി നല്ലോണം കേട്ടിട്ടേ പോയെങ്കിലായി. അതിന്റെ അപ്പുറം ചെന്നില്ല. നിഅമൽ അബ്ദു ഇന്നഹു അവ്വാബ്, ഏറ്റവും നല്ല അടിമ. മോശമില്ല, അൽഹംദുലില്ലാഹ്, അൽഹംദുലില്ലാഹ്. ഏറ്റവും നല്ല അടിമ അല്ല പറയുന്നയാ, എന്റെ ഏറ്റവും നല്ല അടിമ, എനിക്കേറെ പിരിശപ്പെട്ട ഇഷ്ടപ്പെട്ട അടിമ ഇന്നഹു അവ്വാബ്. അത് അയ്യൂബാണ്. അല്ല പറയണമെങ്കിൽ ആരായിരിക്കും അയ്യൂബിന്? ഒന്ന് ആലോചിച്ചോക്ക്, ഒന്നാലോചിച്ചോക്ക്. ഫോർ എക്സാമ്പിൾ, പത്നാത്തെ വയല് വെച്ചിട്ട് എനക്കിഷ്ടപ്പെട്ട വയല്, മരിയടോ അമേസിങ് വാ എന്ന് പറഞ്ഞിട്ടങ്ങാനും നിങ്ങൾ എന്നെ ചെല്ലിയെങ്കിൽ, ചെല്ലിയും വേണ്ട, ഉദാഹരണം ചെല്ല്, ചെല്ലിന്ന് കണ്ടെങ്കിൽ അതിനേക്കാളും വലിയൊരു സർട്ടിഫിക്കറ്റിനും ഒരു സന്തോഷം എനിക്ക് വേറെണ്ടാ? ഇല്ലേ? നിങ്ങൾക്ക് ഉപകാരം ചെയ്ത ഒരാള്, നിങ്ങൾക്ക് ഗുണം ചെയ്ത ഒരാള് നിങ്ങളെല്ലാം കൊണ്ട് ചേർത്ത് പിടിക്കുന്നു, അഭിനന്ദിക്കുന്നു എങ്കിൽ അയാൾക്കുള്ള അതിനേക്കാളും വലിയ സന്തോഷം, അല്ലെങ്കിൽ അയാൾക്കുള്ള അംഗീകാരത്തെക്കാളും വലിയൊരു അംഗീകാരം വേറെണ്ട എന്ന് അല്ല പറയുന്ന കേട്ടോ. നിഅമൽ അബ്ദു ഇന്നഹു അവ്വാബ്. അയ്യൂബ് നബി അലൈഹിസ്സലാം ഏറ്റവും നല്ല അടിമയാണ്, ഏറ്റവും നല്ല അടിമ. നിഅമാജല്ല, എങ്ങനെ അതിന്റെ വലിയ വാക്കുകളാണ്. നിഅമാജല്ല വാക്കുണ്ടല്ല, മത് അഫാലും മത്, അത് വലിയൊരു പഠിക്കേണ്ട ഒരു വിഷയം തന്നെയാണ്.
അല്ല പറയുന്ന ഒരു പ്രയോഗം സുബ്ഹാനല്ലാഹ്. എന്നിട്ട് ഇത്തര കണ്ട് നല്ല അടിമയാണെന്ന്, ഇഷ്ടപ്പെട്ട അടിമയാണെന്ന്, എനിക്കേറെ വേണ്ടപ്പെട്ട അടിമയാണെന്ന്, എന്റെ എല്ലാമായ അടിമയാണെന്ന് അല്ല വാഴ്ത്തി പറഞ്ഞ അയ്യൂബ് നബി അലൈഹിസ്സലാം 18 കൊല്ലം മാരകമായ രോഗത്തിനടിമയാണ്. അയ്യൂബ് നബി 18 കൊല്ലം രോഗിയാ. സുബ്ഹാനല്ലാഹ്. അല്ല ഇഷ്ടപ്പെട്ടവന്റെ ഏറ്റവും നല്ല അടിമക്ക് അല്ല കൊടുത്ത സമ്മാനം പരീക്ഷണങ്ങളാ, കഷ്ടപ്പാടുകളാ, രോഗങ്ങളാ. 18 കൊല്ലത്തോളം ഭയങ്കരമായ രോഗം. ചെറിയ മുള്ളു തറച്ചതല്ല, ഏതോ ഒരു കണ്ണിന് നമ്പലെടുത്തതല്ല. സുബ്ഹാനല്ലാഹ്. ചരിത്രം പറയുന്നുണ്ട്, ആധികാരികമായി മഹാന്മാർ പഠിപ്പിക്കുന്നുണ്ട്, അതേ ശരീരത്തിന്റെ തോലും ഇറച്ചും ഇങ്ങനെ പൊടിഞ്ഞു വീടുകയാണ്. കൊടുത്ത പെയിന്റിങ്, കോട്ടിങ്, പെയിന്റ് മേരാ സാത്തെ ഹേ കൊടുത്ത പെയിന്റ് 2 കൊല്ലം കഴിഞ്ഞിട്ട് ഇങ്ങനെ ഇളന്നിട്ടെല്ലാം പോന്ന കണ്ടിട്ടില്ലേ? വാതിലിന് കൊടുത്ത എണ്ണ എല്ലാം. യെസ് ഓർ നോ? യെസ്. അപ്പൊ അതേപോലെ മഹാനായ അയ്യൂബ് നബി അല്ല ഇങ്ങനെ അവസാനം ഈ എല്ലാം മുള്ളല് മാത്രമേ ഉള്ളൂ. ഫോട്ടോസ്റ്റാറ്റ് കോപ്പി പോലെയാണ് കൈകാലുകളൊക്കെ. മഹാനർക്ക് 4 ഭാര്യ. അപ്പൊ ഉസ്താദ് എല്ലാരും 4 കെട്ടിനല്ലേ, അപ്പൊ ഞങ്ങ മാത്രം ഒന്നെന്ത്? 1 കെട്ടിട്ടേ നിന്റെ മൂക്കിന്റെ കൊടി കെട്ടിനി, ഇനി നീ 2 കെട്ടി എന്താവും? നിനക്ക് ഒന്നിനെ തന്നെ ആലിക്കാനാന്നില്ല ഇവിടെ. അതിനെന്നെ നേരെ നോക്കാനും പോറ്റാനും ആന്നില്ല. പോയെന്തോ ഒന്ന് കൊണ്ടുവരാൻ ചെല്ലെങ്കിൽ എന്താ പാട് കൊണ്ടുവരാത്തില്ലെങ്കിൽ നിനക്ക് ഇതന്നല്ല ഉള്ള പാടം, നിനക്ക് ഇതന്നല്ല ഉള്ള പാടം, പിന്നെന്തോ പാടണ്ടിയേ? നിന്റെ തന്നെ അല്ലാതെ പിന്നെ ആരല്ലോ ചെല്ലണ്ടിയേ? 1 രണ്ടാമത് ചെല്ലണം അങ്ങനെ ഉള്ളക്ക് പോക്കിയിട്ട് ആയിക്കോട്ടെ. നീ ഉമ്മർ പടിക്ക് എത്തുമ്പോൾ തന്നെ നീ തൗറാത്ത് വായിക്കാൻ നിൽക്കുന്നത്. നീ പാളില്ല, മുളവില്ല, ഇഞ്ചില്ല, കടിയില്ല, കുടിയില്ല. ഉള്ളക്കല്ലേ എത്തിയിട്ട് ആ സോപ്പന്റെ സെറ്റിൽ ഒരു സൈഡിൽ ഇരുത്തിയിട്ട് നീ അവന്റെ സൈഡിൽ അങ്ങ് ഇരുന്നിട്ട് അവന്റെ നെറ്റിയിലുള്ള വേർപ്പെല്ലാം നീ ഇങ്ങനെ തുടച്ചിട്ട് ഒരു കട്ടൻ ചായ ഒരു കുറച്ച് മഞ്ചാരിട്ടിട്ട് കൊടുത്തിട്ട് നന്ന കൊടുക്കണ്ട, അല്ലെങ്കിൽ ഷുഗർ ഉണ്ട് ഇവിടെ 150 കുറച്ച് ഒരു ലൈറ്റ് കൊടുത്തിട്ട് എല്ലാം ആയിട്ട് അയാൾ ഒരു തേക്കെല്ലാം ഇട്ട് നവനിമല്ലേ ചെല്ല്. നിനക്ക് പാല് കൊണ്ടുവരാൻ മറന്നാന്നല്ലേ, ഇന്നലെ ഞാൻ നല്ല ചെല്ലാതെ കൊണ്ടുവന്നെ ആയിസാരല്ലേ. പിന്നെ പോകുമ്പോക്ക് ഓർമ്മ എടുത്തോളി, അങ്ങനെ ചെല്ല് ഒരു അപ്പൊ അത് ഓർമ്മയില്ലെങ്കിൽ എടുക്കും. നീ 1 തൊട്ട ഇല്ലെങ്കിൽ 3 തൊട്ട കൊണ്ടുവരും നിന്റെ ആ പയക്കത്തിൽ. നീ ചെല്ലണം കാണാൻ. നിങ്ങൾക്ക് ഇന്നും മറന്നല്ലേ? നിങ്ങൾ കുടിച്ചിട്ട് വരുന്ന അല്ലെ? ഇങ്ങനെ കേട്ടോ കുടിക്കാത്ത മാപ്പിളയും കുടിക്കല്ലേ? അല്ല, അല്ല കാക്കട്ടെ. മഹാനായ അയ്യൂബ് നബി അലൈഹിസ്സലാം, വിഷയം മാറ്റണ്ട. അയ്യൂബ് നബി അലൈഹിസ്സലാം ആരാ? അയ്യൂബ് നബി 4 ഭാര്യമാരുണ്ട്. മഹാനർക്കല്ല കൊടുത്ത പരീക്ഷണം, കട്ടപ്പാട്, രോഗം ചെറുതല്ല. ഇങ്ങോട്ട് മാരകമായ രോഗം, വേദനിക്കുന്ന രോഗം, സഹിക്കവയ്യാത്ത രോഗം, അടുത്തേക്ക് അടുക്കാൻ പോലും കഴിയാത്ത രീതിയിലുള്ള രോഗം. അതേ സമയത്ത് ദുർഗന്ധം വമിക്കുന്ന രോഗമല്ല, ജനങ്ങളെ അകറ്റുന്ന രോഗമല്ല, ജനങ്ങളെ അകറ്റിയതല്ല, അവർ താനെ അകന്നതാണ്. ജനങ്ങളെ അകറ്റുന്ന രോഗം, മനുഷ്യന്മാർ ഇട്ടെറിഞ്ഞു പോകുന്ന രോഗം, നാർന്ന വാസനിക്കുന്ന രോഗം, മാറാത്ത രോഗം നബിമാർക്ക് വരാൻ പാടില്ല. കാരണം എന്താ? അവർ വിശുദ്ധാത്മാക്കളാണ്, അവർ പുണ്യാത്മാക്കളാണ്, അവർ അള്ളാന്റെ ലോകത്ത് ഏറ്റവും വലിയവരാണ്. അറുപ്പുളവാക്കുന്ന വെറുപ്പുളവാക്കുന്ന രോഗം അവർക്കല്ല കൊടുക്കല. അപ്പൊ ഉസ്താദ് അയ്യൂബ് നബിക്ക് മഹാനർക്കേ വേദനയും കഷ്ടപ്പാടും അറുപ്പും ഉണ്ടായിട്ടുള്ളൂ, അല്ലാതെ മറ്റുള്ളവർക്കൊന്നും അല്ല. മറ്റുള്ളവർ പിന്നെ ഇയാളെ 5 വയസ്സൊക്കെ കൊണയില്ല എന്നാമ്പളാണ് 3 ഭാര്യമാർ കീഞ്ഞിട്ട് പോയെ. എന്നാലും റഹ്മത്ത് ബീവി എന്ന നല്ലൊരു ഭാര്യ പിടിച്ചു നിന്നു, പോയില്ല. നാട്ടുകാർ നാട് കടത്തി. ആ സമയത്തും ആ മാപ്പിള അയ്യൂബ് നബിന്റെ കൂടെ റഹ്മത്ത് ബീവി അതാ പിന്നാലെ പോന്നോ. നമ്മളെ ഭാര്യമാരെ പോലല്ല. ഇന്നത്തെ ചില ലേറ്റസ്റ്റ് ഭാര്യമാരുണ്ട്. മാപ്പിള കാവുതുള്ള കാലത്ത് അവള് മാപ്പിളന്റെ കൂടെ, മാപ്പിളന്റെ കയ്യിലെ പൈസ ഉള്ള കാലത്ത് അവള് മാപ്പിളന്റെ കൂടെ, മാപ്പിളക്ക് ചന്തമുള്ള കാലത്ത് അവള് മാപ്പിളന്റെ കൂടെ. സുബ്ഹാനല്ലാഹ്. ഒരുപാട് കാലം കഷ്ടപ്പെട്ട് അധ്വാനിച്ച് ത്യാഗം ചെയ്തിട്ട് പോറ്റു വളർത്തിയ മാപ്പിള, പണക്കാരനായ മാപ്പിള, ധാരാളം സമ്പന്നനായിരുന്ന മാപ്പിള, എല്ലാവർക്കും വാരിക്കൊടുത്തിരുന്ന മാപ്പിള, കേട്ടതെല്ലാം തന്നിരുന്ന മാപ്പിള,
നാളെ എങ്ങാനും ഒരു ഗതിയുമില്ലാതെ ആയിപ്പോയാൽ, നല്ലോണം കടക്കാരനായി പോയാൽ, അവസാനം ലോൺ എടുത്തിട്ട് മുങ്ങുന്ന ഒരവസ്ഥ വന്നു പോയാൽ, സുബ്ഹാനല്ലാഹ്, പിന്നെ അയാൾ ആർക്കും വേണ്ട, ആർക്കും വേണ്ട. ഏതുവരെ അറിയുമോ? കെട്ടിയതായ ഭാര്യക്ക് പോലും ആ മാപ്പിളയെ വേണ്ട. കാശുണ്ടാ എല്ലാവർക്കും പോണം. ജലാലിയ റാത്തിബ് കമ്മിറ്റിക്കാർ പള്ളിന്റെ ഗേറ്റിനോടൊക്കെ വരണമെങ്കിലും ഓൻ്റെ പൈസ വേണം. അപ്പൊ വരുവാരി പിരിവിന്. ഓ എന്തും ഇല്ലാത്ത ആണെങ്കിൽ അൽഹംദുലില്ലാ ഇൻഷാ അല്ലാഹ് ഞങ്ങള് നല്ല കുഞ്ഞുങ്ങള് ആയല്ലേ, നിർത്താനായല്ലോ, സമണി 10:30 ഓഹോ, നില്ലുമ്മ ഒരു 5 മിനിറ്റ് നില്ലേ. അവിടെ ഇരുവോ ഞാൻ ചെല്ല. ഓ പോ, അവിടെ ഇരുന്നു. ആ കിടാവിന് തിരിഞ്ഞിട്ടേന്ന് ഓടിരി ഉമ്മ, ഓടിരി എതിരിലിരി മൂടിരി. ഞാൻ ചെല്ലുമ്പോ പോയങ്ങ നിങ്ങൾ വിളിക്കുക അവരവിടെ. ഓടിരി ഉമ്മ, ഓടിരി. യെസ്. അൽഹംദുലില്ലാ, ഞങ്ങളുടെ നാട്ടിന്റെ നല്ലവരായ നാളത്തെ പ്രതീക്ഷകളാണ്, നമ്മുടെ നാടിന്റെ നാളത്തെ നേതൃത്വമാണ്. അള്ളാഹു ഞങ്ങൾക്കും ഞങ്ങളെ കുഞ്ഞുമക്കൾക്കും ആഫിയത്തുള്ള ദീർഘായുസ് പ്രദാനം ചെയ്യട്ടെ. അവരെ നല്ല അടക്കമുള്ളവരും അച്ചടക്കമുള്ളവരും ബഹുമാനിക്കപ്പെടേണ്ടവരെ ബഹുമാനിക്കാനുള്ള വലിയ മനസ്സുള്ളവരുമാക്കിയിട്ട് അള്ളാഹു മാറ്റട്ടെ.